ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള രസകാളൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം. രസകാളൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടിക്ക് കുമ്പളങ്ങ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് മത്തങ്ങയും ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം മത്തങ്ങയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കണം. മത്തങ്ങയും കുമ്പളങ്ങയും കൂടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതോടൊപ്പം നമുക്ക് ഞാനൊരു അരക്കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് തേങ്ങ അരക്കുമ്പോൾ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ അരക്കപ്പ് അളവിൽ തൈര് ചേർത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. 1 സ്പൂണോളം കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണെങ്കിലും കൂടുതലായിട്ട്, 1/2 ടീസ്പൂൺ ഇല്ല കേട്ടോ, 1/4 ടീസ്പൂണിൽ കൂടുതലായിട്ട് ഉലുവപ്പൊടിയാണത്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉണക്കമുളക് ചതച്ചതാണ്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ എരിവിനനുസരിച്ച് നമുക്ക് അളവ് കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യാട്ടെന്ന് വെച്ചാൽ കുരുമുളകിന് എരിവുണ്ട്, മുളക് പൊടി ഇട്ടുണ്ട്, പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യാട്ട. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ചത് നല്ലപോലെ വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വെള്ളവും ഒഴിച്ചത് വേവിച്ചെടുക്കാം. നല്ല കട്ട തൈരൊക്കെ ആണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ അധികം കട്ട അല്ലാത്ത കാരണമാണ് ഞാൻ നേരിട്ട് ഒഴിച്ച് കൊടുത്തത്. എല്ലാം കൂടി നല്ലപോലെ ഇളക്കി ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്തെടുക്കും. കുമ്പളങ്ങയും മത്തങ്ങയൊക്കെ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു ബൗൾ തേങ്ങ ചെറുകിയതെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്കൊരു 1/2 സ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ ഒഴിച്ചതിൻ്റെ ബാക്കി തൈര് അതും ചേർത്ത് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം. മത്തങ്ങയും കുമ്പളങ്ങൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം നമുക്ക് മിക്സിയുടെ ജാറിയിൽ വെച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളവും കൂടി വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ നമുക്കൊന്നത് ഇളക്കി കൊടുക്കുക. വല്ലാണ്ടിട്ട് തിളപ്പിക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളവരട്ടെ. നമുക്കപ്പോൾ കാച്ചി വയ്ക്കുകയും ചെയ്യാം. കറി തിള വരുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായി. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമുക്കിത് മാറ്റി വെച്ച് കറി കാച്ചി വയ്ക്കാം. നമുക്ക് കറി താളിച്ച് വയ്ക്കാൻ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1.5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴോ ഇതൊരു ടേസ്റ്റ് വരുള്ളൂ. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണോളം വറ്റൽമുളകാണ്, ഉണക്കമുളക് ചതച്ചതാണ് ഇതിന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചൂടിൽ തന്നെ ഇത് റെഡി ആയിക്കോളും. അപ്പോൾ ആ മുളകിൻ്റെ ആ പച്ചക്കുത്ത് മാറിയിട്ട് നമുക്ക് കറിയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. സിമ്പിളല്ലേ ഇത് ചെയ്യാൻ. ഫോണൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കറി കഴിച്ചിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റും ആണ് കേട്ടോ. നമുക്ക് ഉള്ളി കാച്ചാൻ ഇഷ്ടമുള്ളവർക്ക് ഉള്ളി കാച്ചട്ടാ. പിന്നെ അതേപോലെ നെയ്യിൽ കാച്ചാണെങ്കിൽ ഈ കടുക് നമ്മൾ വെളിച്ചെണ്ണയിലല്ലേ ഞാൻ വറുത്തത്, അത് നെയ്യ് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. എനിക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ല കറിയിൽ, അതാണ് ഞാൻ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത്ര ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ രസകാളൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.